തൃശൂരിലെ ATM കൊള്ളസംഘത്തെ തമിഴ്നാട് നാമക്കല്ലിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട് പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ആദ്യം അവിടെ അറസ്റ്റിലായത്. ശേഷം ഇന്ന് വൈകിട്ടാണ് ഇവരെ തൃശൂരിലേക്ക് എത്തിച്ചത്. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ ATM കൗണ്ടറിൽ പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ATM സുരക്ഷാ സന്ദേശം എന്തുകൊണ്ട് വൈകി, പ്രതികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. ദേശീയപാതയിൽ വെച്ച് തന്നെയാണ് കണ്ടെയ്നർ ലോറിയിലേക്ക് മോഷണശേഷം പ്രതികൾ സഞ്ചരിച്ച കാർ കയറ്റിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യ മോഷണത്തിന് ശേഷം ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടയിൽ മറ്റൊരു ATMൽ കൂടി പ്രതികൾ മോഷണത്തിന് പദ്ധതിയിട്ടിരുന്നു. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായതിനാൽ അവിടുത്തെ മോഷണം വേണ്ടെന്ന് വെച്ചു. 7 പ്രതികളാണ് കേസിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ സംഘട്ടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു പ്രതിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടിയും വന്നിട്ടുണ്ട്. ഇയാൾ ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റ് 5 പേരെയാണ് ഇന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ATM കവർച്ചയുമായി ബന്ധപ്പെട്ട 3 കേസുകളാണ് ആകെ തൃശൂരിലുള്ളത്. ഈസ്റ്റ് പോലീസിന് പുറമെ വിയൂർ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലാണ് മറ്റു കേസുകൾ. കഴിഞ്ഞ 27 പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്തത്. 65 ലക്ഷം രൂപയാണ് കവർന്നത്. മോഷണത്തിന് ശേഷം ലോറിയിൽ തമിഴ്നാട്ടിലൂടെ രക്ഷപ്പെടുന്നതിനിടയിലാണ് പ്രതികൾ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.